ഹായ് തുമ്പി. ഹായ്. ഹലോ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചിട്ടില്ല. എന്താ പരിപാടി? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതാണ് ഇൻസ്റ്റഗ്രാം വൈറൽ താരം തുമ്പി ബിസിനസ് എന്താണെന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവരും ഇവളുടെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഏകദേശം എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്താണാവോ കാണിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇവളും കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവളുടെ കൂടെ ഒരു മാമനുണ്ട് കേട്ടോ. മ്യാമനാണ് ഇവളുടെ വഴികാട്ടി. ഇവൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഇവളുടെ മ്യാമനാണെന്നാണ് പറയുന്നത്. ഇനി അറിയില്ല മ്യാമനാണോ മച്ചാനാണോ എന്ന് അറിയില്ല. എന്തായാലും ഇവളുടെ എല്ലാ കുൽസിത വീഡിയോയും ഹോട്ട് വീഡിയോസ് എല്ലാം എടുത്തു കൊടുക്കുന്ന ഇവളുടെ മാമൻ തന്നെയാണ്. ഇവൾ എവിടെ പോയാലും കൂടെ പോകുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ആ ഒരു മാമനാണ്. അപ്പോൾ എന്തായാലും ഇവക്ക് ഒരുപാട് പ്രായമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നല്ല വരുമാനമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതൊക്കെ തന്നെയാണ് പരിപാടി. അതായത് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഇമാതിരിയൊക്കെ കാണിക്കുക. റീച്ചും ഫോളോവേഴ്സൊക്കെ കൂടാൻ ഇത് കാണിച്ചാൽ മതിയല്ലോ. ഇത് കാണാനായിട്ട് ആൾക്കാർ ക്യൂ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണിച്ച് ഇവൾ കുറേ ഫോളോവേഴ്സിനെ കൂട്ടി നല്ല റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ഇവളെയൊക്കെ അറിയപ്പെടുന്നത്. ഇവക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പക്ഷെ ഉള്ളതൊക്കെ അങ്ങോട്ട് ഒരു നാണമില്ല, അതങ്ങ് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇവളൊക്കെ ഭയങ്കര ഫേമസ് ആണിപ്പോൾ. അപ്പോൾ എന്തായാലും ഇവളെയൊക്കെ ഇപ്പോൾ ഒരുപാട് പരിപാടികൾക്കും സെലിബ്രേഷൻ ഇനാഗ്രേഷനൊക്കെ വിളിക്കുന്നുണ്ട്. എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർ ഇന്ന് സോഷ്യൽ മീഡിയയിലെ വലിയ സെലിബ്രിറ്റീസാണ്. അങ്ങനെ ഇവളും ഒരു സെലിബ്രിറ്റിയാണ് ഇപ്പം. അപ്പോൾ ഇവളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു നാണോ മാനോ ഇല്ലാതെ അതൊക്കെ ഉള്ളതൊക്കെ അങ്ങ് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല റീച്ചാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനും ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് തന്നെ നല്ല വരുമാനമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കൊണ്ട് ഇവൾ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ജീവിക്കാൻ പഠിച്ചവളാണ്, കിട്ടുന്നത് അങ്ങനെ ചിലവാക്കി കളയുന്നില്ല. ഓരോ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നാളെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം നിന്നാലും ജീവിക്കണമല്ലോ. അപ്പോൾ അതിന് മുൻകൂട്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന പൈസയൊന്നും അങ്ങനെ വെറുതെ ചിലവാക്കുന്നില്ല. അവൾ ഓരോ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണെന്ന് പറഞ്ഞാലും ഇവളെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? കാണിച്ച് തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവളുടെയൊക്കെ വിചാരം ഇത് വലിയ കാര്യമാണ്, ഞാനൊക്കെ വലിയ സെലിബ്രിറ്റി ആണെന്ന വിചാരം. എന്ത് കാണിച്ചിട്ടാണ് ഈ ഒരു ഇവിടെ എത്തി നിൽക്കുന്നതെന്നുള്ളത് നമുക്കെല്ലാം നന്നായിട്ടറിയാം. ഇവൾ മാത്രമല്ല, ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. പിന്നെ ഇവൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. കല്യാണം കഴിച്ചു 3 പിള്ളേരുള്ള ഒരുത്തിയുടെ കാട്ടായം കാണണ്ടേ? കണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതാണ് രംഭ കല്ലിങ്കൽ. ലവളും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു വൈറൽ താരമാണ് കേട്ടോ. കല്യാണം കഴിച്ച് 3 പിള്ളേരുടെ അമ്മയാണ്. പറയുമോ? അപ്പോൾ എന്തായാലും ആ ഒരു സ്ത്രീയുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് കാണിച്ച് പ്രദർശനം നടത്തി തന്നെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഇവർ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലുള്ള കുറേയധികം ഹോട്ടായിട്ടുള്ള റീൽസൊക്കെ ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടും. ഇവരുടെ പരിപാടി വേറെയാണ്. വേറൊരു ആപ്പുണ്ട്, ബിങ്കോം അങ്ങനെ എന്തോ ഒരു ആപ്പുണ്ട് കേട്ടോ. അതിലാണ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ. പരിപാടി എന്താ പറയുക, എല്ലാ അവളുമാരെയും പോലെ തന്നെ കാണിച്ച് പണം ഉണ്ടാക്കുക. പക്ഷേ അത് ഇൻസ്റ്റഗ്രാമിലല്ല. ഇവൾ വേറൊരു ആപ്പുണ്ട്, അതിലാണ് കാണിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ, കല്യാണം കഴിഞ്ഞതാണേലും എത്ര പിള്ളേരുടെ അമ്മയാണെങ്കിലും
ഒരു നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ഓർക്കാതെ ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു അപരാധങ്ങളൊക്കെ എന്ന് നിർത്തുവോ ആവോ അറിയത്തില്ലേ. ഇതിലേറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ഇവളെയൊക്കെ താലി കെട്ടിയ അവന്മാർ അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്. കാരണം ഇവളിങ്ങനെയൊക്കെ കാണിച്ചിട്ട് കിട്ടുന്ന പൈസ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവക്കൊക്കെ മാസ വരുമാനം എന്ന് പറയുന്നത്. ദേഹം അനങ്ങാതെ മെയ്യ് അനങ്ങാതെ അല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇമാതിരി അപരാധം കാണിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കാറുകൾ, വില കൂടിയ കാറുകൾ, നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെയാണ് ഇവളുടെയൊക്കെ മെയിൻ. നമ്മുടെ സിനിമ നടനായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകള് ഹൻസിക എന്ന് പറയുന്ന ഏറ്റവും ഇളയ മോള് ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയം. ഇതുപോലെ സബ്സ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഏതോ ഒരു പയ്യനെടുത്ത് ലീക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇതാണ്. ആ ഒരു പെണ്ണിനൊക്കെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവർക്കൊന്നും പണത്തിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ജനിച്ച് വളർന്നു വരുന്ന കുട്ടികളാണ്. അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വേണോ പണം ഉണ്ടാക്കാനായിട്ട്? എന്താ ഇതിനൊക്കെ പറയണ്ടേ? അവരൊക്കെ നല്ല പണമുള്ള നല്ല ക്യാഷ് ടീമാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ലുക്കിൽ നടക്കുന്നവരാണ്. അതവർ നടന്നോട്ടെ, അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ അവർ ഇതുപോലെയുള്ള അപരാധങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു, അത് കാണാനായിട്ട് ആൾക്കാർ പൈസ മുടക്കി അവരുടെ സബ്സ്ക്രിപ്ഷൻ കാണുന്നു. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? എന്താ ഇതുപോലുള്ള കുറേ അവൾമാരിപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇമാതിരി അപരാധങ്ങൾ. അവർക്ക് കാണിക്കാനും അല്ലെങ്കിൽ ഒന്നിനും ഒരു നാണോ മാനോ ഉളുപ്പോ ഇല്ല. അവർക്ക് പണം മാത്രം മതി, എല്ലാവർക്കും പണം മാത്രം മതി. പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാണ്. നമ്മളൊക്കെ എത്ര നാൾ കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ഈ നഗ്നതാ പ്രദർശനത്തിന് എതിരെ എത്ര നാൾ കൊണ്ട് പ്രതികരിക്കുന്നു. ഇതിന് മാത്രം ഒരു പ്രതിവിധി ഇതുവരെ വന്നിട്ടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ നഗ്നതാ പ്രദർശനത്തിന് ഒരു അവസാനം വരണം. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. കുട്ടികൾ പോലും യൂട്യൂബ് അല്ലെ ഇൻസ്റ്റയൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപരാധങ്ങൾ കുറച്ചെങ്കിലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരണം. നമ്മുടെ കേരളത്തിലെങ്കിലും അത് വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഉള്ള കൊച്ചു പെൺപിള്ളേർ വരെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നു, അതിൽ വൾഗറായിട്ടുള്ള റീൽസുകൾ ഇടുന്നു. എന്താ റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് കൊച്ചു പെൺപിള്ളേർ വരെ ഇമാതിരി അപരാധങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു പരിധി വരെ ഇതൊക്കെ വലിയ അപകടമാണ്. ഇപ്പോൾ ഒരുപാട് അവളുമാർ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് തന്നെ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇവൾക്കൊക്കെ കല്യാണം കഴിച്ച അവളുമാരുണ്ട്, കളവിമാരുൾപ്പെടെയുണ്ട്. നമുക്കറിയാം നിഷാന ഈ ഒരു മേഖലയിൽ വളരെ അറിയപ്പെടുന്ന ഒരു താരമാണ് നിഷാന. നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പ് വഴിയാണ് ഈ ഒരു അപരാധം തുടങ്ങിയത്. അവളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഇത് തന്നെ പരിപാടിയാണ്. സ്വന്തം ശരീരം തന്നെ ഒരു വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവളെ പോലുള്ളവരെ ഉണ്ടാക്കുന്നത്. നിഷാന, നിമിഷ ബിജോ, ഇപ്പോൾ രേണു, എന്തിനു പറയണം, മലയാള സിനിമാ നടനായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മകള്, അങ്ങനെ കുറേ അവളുമാർ. എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള അക്കൗണ്ടുകൾ കാണുകയാണെങ്കിൽ അങ്ങ് റിപ്പോർട്ട് അടിക്കുക, അല്ലാതെ വേറെ മാർഗം നമുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിനൊരു അവസാനം കൊണ്ടുവരണം. ഈ നഗ്നത പ്രദർശനത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത്രയും മനോഹരമായ വെന്യൂ നമുക്ക് സമർപ്പിച്ചത് വെന്യൂ പാർട്ണർ ഓസ്കാർ ഹെറിറ്റേജ്, ബിജു മേനോൻസ് മാല സ്റ്റുഡിയോ. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ കാറ്ററിംഗ് പാർട്ണറെ പറ്റി പറഞ്ഞു. അപ്പീലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടിയും പോയിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ, കാണാം. ബൈ ബൈ.